ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇതൊരു ചൂരിദാറിൻ്റെ പാൻറ് പീസാണ്. ഈ ഒരു പാൻറ് പീസിൽ നിന്ന് നമ്മൾ സൈഡ് പ്ലീറ്റൊക്കെ വരുന്ന നമ്മുടെ ചൂരിദാർ പാൻറ് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കണ്ടോ, നമ്മൾ ഈ ഒരു തുണിയിൽ കണ്ടോ നമുക്ക് ഡിസൈനൊക്കെ വരുന്നുണ്ടോ. ഈ ഒരു ഡിസൈൻ നമുക്ക് പാൻറ്റിൻ്റെ ബോട്ടം ഭാഗത്ത് നമുക്ക് റൗണ്ടിൽ നമുക്കിത് ചെയ്തുകൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. കണ്ടോ, ഇതുപോലെ നമുക്ക് ഇത് ബോട്ടം ഭാഗത്ത് ചെയ്തെടുക്കാം. ഈ ഒരു താവിൽ കാണുന്ന ഡിസൈൻ കണ്ടോ, അത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ മടക്കി എടുത്തുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള ലൂസിൽ ഇതുപോലെ മടക്കി എടുത്തുകൊണ്ട് നമുക്കത് ചെയ്തെടുക്കാം. എന്നാൽ നമ്മുടെ കസ്റ്റമർക്ക് ഇത് ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ സാധാരണ ഉള്ള ഈ ഒരു ഭാഗത്ത് നിന്നാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ആ ഒരു ഡിസൈൻ കൂടുതലുള്ള ഭാഗം നമ്മുടെ ബാൻഡ് ഭാഗമാക്കി എടുക്കുകയാണ്. കണ്ടോ, ഇത് നമുക്ക് എത്രയാണോ നമുക്ക് ലൂസ് ആവശ്യം അതിനനുസരിച്ച് നമുക്കിത് മടക്കി എടുക്കുന്നു. കണ്ടോ, ഇനി നമ്മൾ ഇവിടെ മുകളിലൊരു മാർക്കിംഗ് കൊടുക്കുക. കണ്ടോ, ഇവിടെ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു. കണ്ടോ, കണ്ടോ, ഇതുപോലെ മാർക്കിംഗ് കൊടുത്തതിന് ശേഷം നമ്മളിത് ഈ ഒരു മാർക്കിൽ കൂടി നമ്മളിത് കട്ട് ചെയ്തെടുക്കുകയാണ്. കണ്ടോ, നമ്മളത് കറക്റ്റ് ആ ഒരു ഭാഗമൊക്കെ ക്ലിയർ ചെയ്തെടുക്കുകയാണ്. കണ്ടോ, ഇനി നമ്മുടെ ഈ ഒരു താവിൽ വശം കണ്ടോ, ഇവിടെ കണ്ടോ, ഇവിടെ നമ്മുടെ മടക്ക് വരുന്ന ഭാഗമാണ്. കണ്ടോ, മടക്കി ഇതിനെ 4 ഫോൾഡിംഗ് ആക്കിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. മടക്ക് വരുന്ന ഭാഗമാണ്. ഈ ഒരു മടക്ക് വരുന്ന ഭാഗമാണ് നമ്മുടെ ബോട്ടം ഭാഗത്ത് വരുന്നത്. ഇനി ഈ ഒരു മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്ന് കണ്ടോ, നമ്മളിവിടെ നമ്മുടെ 9 ഇഞ്ചാണ് നമ്മുടെ ബാൻഡിന് വേണ്ടി നമ്മളിവിടെ വെക്കുന്നത്. കണ്ടോ, 9 ഇഞ്ച്. അപ്പോൾ നമ്മൾ അതിനുശേഷം ഒരു അരയിഞ്ച് മാർക്കിംഗ് കൊടുക്കുന്നു. എന്നിട്ട് നമ്മുടെ ലെങ്ത്ത് നമുക്ക് 42 ഇഞ്ചാണ്. അപ്പോൾ അത് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ 1.5 ഇഞ്ച് കൂടി നമ്മൾ എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. നമ്മുടെ താവ് മടക്കി തയ്ക്കുവാൻ. കണ്ടോ, നമ്മുടെ അതേ അളവ് തന്നെ നമ്മൾ ഇവിടെയും വെക്കുന്നു. എന്തോ നമുക്ക് എത്രയാണോ നമ്മുടെ മുകളിലുള്ള ബാൻഡിൻ്റെ അളവ്, ആ ഒരു അളവ് കറക്റ്റ് നമ്മുടെ ഈ ഒരു കട്ടിങ് ചെയ്ത ഭാഗത്ത് വെച്ച് അതിനുശേഷം ഒരു അരയിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ നമ്മുടെ താവ് മാർക്ക് ചെയ്യുക. കണ്ടോ, നമ്മുടെ 9 ഇഞ്ചാണെങ്കിൽ നമ്മൾ ആ 9 ഇഞ്ചും മുകളിൽ അരയിഞ്ച് തുന്നത്തുണിക്ക് വേണ്ടിയാണ് അത് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഇത് നമ്മുടെ ക്രോച്ച് അളവ് മാർക്ക് ചെയ്യാണ്. നമുക്ക് 16 ഇഞ്ചാണ് വേണ്ടത്. നമ്മൾ നേരത്തെ വെച്ചതുപോലത്തെ നമ്മൾ 9 ഇഞ്ച് കറക്റ്റ് വെക്കുന്നു. എന്നിട്ട് നമ്മളൊരു 16.5 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. നമ്മളൊരു 15.5 ഇഞ്ചിൽ നമ്മളതിന് മാർക്കിംഗ് കൊടുക്കുന്നു. നമ്മൾ ഇനി ഇവിടെ നമുക്ക് ലൂസ് നമുക്ക് ആവശ്യം നമ്മൾ 18.5 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് കൂട്ടി നമ്മൾ 19 ഇഞ്ചിൽ മാർക്കിംഗ് ചെയ്യുന്നു. ഇനി നമ്മൾ ഇവിടെ ഒരു 2 ഇഞ്ച് കണ്ടോ, ഇവിടെ നമ്മൾ 2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ മുകളിലേക്ക് ഒരു ലൈൻ കൊടുത്തതിന് ശേഷം ഇവിടെ നമ്മൾ കണ്ടോ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുന്നു. കണ്ടോ, ഇനി നമ്മൾ ഇവിടെ കണ്ടോ, ഇവിടെ നമ്മൾ കറക്റ്റായിട്ട് നമ്മളിവിടെ കണ്ടോ നേരത്തെ വെച്ചതുപോലെ തന്നെ മുകളിലേക്ക് പിടിച്ചുകൊണ്ട് നമ്മുടെ ആ ഒരു തുന്നി നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗത്തൂടെ പിടിച്ചു കൊണ്ടുവന്നാൽ കണ്ടോ നമുക്ക് ഇതുപോലെ ടൈപ്പ് പിടിച്ച് ഇവിടത്തേക്ക് നമുക്ക് 16 ഇഞ്ച് കിട്ടും. കണ്ടോ, നമ്മൾ 15.5 ഇഞ്ചിലാണ് നമ്മളത് മാർക്കിംഗ് ചെയ്തിരുന്നത്. ഇവിടെ നമ്മൾ ഒരു 1/2 ഇഞ്ചാണ് തുന്നി വെച്ചത്. ഇനി നമ്മൾ അടിവശത്തുള്ള നമ്മുടെ ബോട്ടം ഭാഗത്തുള്ള അളവ് 12 ഇഞ്ചാണ്. അപ്പോൾ നേർപകുതി 6 ഇഞ്ചിൽ ഒരു മാർക്ക് കൊടുക്കുന്നു. 1 ഇഞ്ച് നമ്മളിവിടെ തുന്നി വെക്കുന്നു. നമ്മൾ ഇവിടെ 1 ഇഞ്ച് നമ്മൾ മുകളിൽ ഒരു 1/2 ഇഞ്ചുമാണ് വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഇവിടെ നിന്ന് കണ്ടോ ഇങ്ങനെ ഈ ഒരു മാർക്കിലേക്ക് കണ്ടോ ഇതുപോലെ വരഞ്ഞെടുക്കും. ഈ ഒരു മാർക്കിൽ കൂടിയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. കണ്ടോ, ഇനി നമുക്ക് കണ്ടോ നമ്മൾ ഇവിടെയുള്ള ഈ ഒരു മാർക്കിംഗ് കണ്ടോ നമ്മുടെ അളവിന് വേണ്ടി മാർക്ക് ചെയ്തത്, ആ ഒരു മാർക്കിംഗ് ഏതിൽ കൂടി കണ്ട ഇതുപോലെ വരഞ്ഞെടുക്കുക. ഇതുപോലെ നമ്മൾ ഡോട്ട്സ് ഇട്ട് എടുക്കുകയാണ്. കണ്ടോ, ഇത് നമ്മൾ ആ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള ആ മാർക്കിലേക്ക് നമ്മൾ ഈ ഒരു മാർക്കിലേക്ക് കൊണ്ടുവരിക. കണ്ടോ, ഇവിടെയാണ് ഇതിലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്യുക. നമ്മൾ ഈ ഒരു മാർക്കിൽ കൂടി തന്നെ കണ്ടോ ഇതുപോലെ നമ്മൾ ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നു. കണ്ടോ, ഇതുപോലെ നമ്മൾ ഇവിടെയൊക്കെ മാർക്കിംഗ് കൊടുക്കുകയാണ്. ബോട്ടം ഭാഗത്ത് നമ്മൾ മാർക്കിംഗ് കൊടുക്കുന്നു. ഇനി നമ്മുടെ ബാൻഡാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. കണ്ടോ, നമ്മുടെ ഈ ഒരു പീസിൽ നമ്മൾ ഇവിടെ നിന്നാണ് ബാൻഡ് കട്ട് ചെയ്തെടുക്കുന്നത്. കണ്ടോ, നമ്മൾ മുകളിൽ വരുന്നത് നമ്മുടെ കരവശമാണ്. അപ്പോൾ ആ ഒരു കരവശം കണ്ടോ ഇവിടെ വരുന്ന മുകളിൽ വരുന്നത് കരവശമാണ്. ആ ഒരു കരവശത്തിൽ നിന്ന് ആ കരവശം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നില്ല. നമ്മളൊരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഇവിടെ നമുക്ക് മടക്കി തയ്ക്കുക. നമുക്ക് ഇലാസ്റ്റിക്കോ നാടയോ നമ്മുടെ അരവശത്ത് എന്താണോ നമ്മൾ ഇടുന്നത് അതിനനുസരിച്ച് നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇനി നമ്മുടെ ബാൻഡ് നമ്മൾ 9 ഇഞ്ചാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ കൂടി ഒരു 1/2 ഇഞ്ച് കൂട്ടി 9.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. കണ്ടോ, ഇതുപോലെ 9.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക.
കണ്ടോ, ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മുടെ ചൂരിദാറിൻ്റെ നമ്മുടെ സ്ലിറ്റ് ഭാഗത്ത് വരുന്ന ഓപ്പൺ ഭാഗത്ത് വരുന്ന നമ്മുടെ അളവ് എത്രയാണോ അതിൻ്റെ കൂടെ നമ്മൾ 2 ഇഞ്ച് കൂട്ടി മാർക്ക് ചെയ്യുന്നു. വീണ്ടും നമ്മൾ ഒരു ഇഞ്ച് കൂടി നമ്മുടെ തുന്നത്തുണിക്ക്, അത് നമ്മുടെ മടക്കി നമ്മുടെ ആ ഒരു സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയുള്ള മടക്കി തയ്ക്കുവാൻ വേണ്ടിയുള്ള ആ ഒരു തുന്നത്തുണിക്കാണ് നമ്മൾ ആ 1 ഇഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഇതുപോലെയാണ് മാർക്ക് ചെയ്യുന്നത്. കണ്ടോ, ഇനി ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നു. കണ്ടോ, ഇനി നമ്മൾ ഇവിടെയും അതുപോലെ തന്നെ ഈ ഒരു സ്ഥലത്ത് നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു. കണ്ടോ, അപ്പോൾ നമ്മുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു ടൈലറിംഗ് വീഡിയോയുമായി വീണ്ടും കാണാം.